ഇതിൻ്റെ എല്ലാം മുന്നേ അള്ളാഹു ചെയ്യാൻ കൽപ്പിച്ച ഒരു കാര്യമുണ്ട് ഖുർആനിൽ. അതാണ് ശറഅ സദ്ർ അഥവാ കൽബിനെ ഹയാത്താക്കൽ. ഖുർആൻ 39:22 അള്ളാഹു വിശദീകരിക്കുന്നു: അഫമൻ ശറഅ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം. ഇസ്ലാമിന് വേണ്ടി ഏതൊരാൾക്കാണോ അള്ളാഹു ശറഅ സദ്ർ അഥവാ കൽബ് ഹയാത്താക്കൽ ചെയ്തു കൊടുക്കുന്നത്, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവൻ തൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള നൂറിലായിരിക്കും. ഫവൈലുൽ ഖാസിയത്തു ഖുലൂബുഹും മിൻ ദിക്റില്ലാഹ്. എന്നാൽ അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് കൽബുകൾ കടുത്തു പോയവർക്കാകുന്നു നാശം. ഊലായിക ഫീ ളലാലിൻ മുബീൻ. അത്തരക്കാർ വ്യക്തമായ ദുർമാർഗത്തിലെത്ര. ഇസ്മുദ്ദാത്തായ അള്ളാഹു എന്ന നാമം ഒരുവൻ്റെ കൽബിൽ പ്രവേശിക്കുകയും ശേഷം കൽബിൽ ബന്ധിതമായ മറ്റു റൂഹുകൾ വെളിയിലേക്ക് വന്നുകൊണ്ട് നെഞ്ചിൻ്റെ അതത് സ്ഥാനങ്ങളിൽ നിൽക്കുകയും ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ശറഅ സദ്ർ അഥവാ നെഞ്ചിലുള്ള ലത്തായിഫുകളെ വിശാലമാക്കൽ. എന്നാൽ ഒരു ആധുനിക പണ്ഡിതരിൽ നിന്നും നാം ഈ ജ്ഞാനത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. അതിൻ്റെ കാരണം അവർക്കത് അറിവില്ല എന്നത് തന്നെ. പിന്നെ എന്ത് ദീനാണ് അവർ ഇവിടെ പഠിപ്പിക്കുന്നത്?